ഹലോ, ഞാൻ ടാനിയ ജോയൽ. ഇന്നില്ലേ നല്ല ചെയർ ബാക്ക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ. ഈ ദിവസങ്ങളൊക്കെ ഈ എന്താ പറയുന്നേ, ലൈക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് കൂടുതൽ ഒരു സുഖം സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അത് തന്നെയല്ല, നമ്മുടെ വീട്ടിലാണെങ്കിലും ഇല്ലേ, എന്തെങ്കിലുമൊക്കെ നമ്മൾ നന്നായി ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലതാന്ന് പറയുമ്പോഴത്തേനും ഇല്ലേ, നമുക്ക് ഒരിച്ചിരി ചാട്ടം കൂടുതലാണ്, നമ്മൾ ഇച്ചിരി ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അതുപോലെയാണ് കേട്ടോ ഈ ഒരു എന്താ പറയുന്നത്, സോഫയുടെ ബാക്ക് കവറ് നമ്മൾ ഇത് ഇട്ടപ്പോൾ തന്നെ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായിരുന്നു കേട്ടോ. ഇത് നല്ല എംബ്രോയിഡറി ഒക്കെ ചെയ്ത് കട്ട് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്ന സോഫയുടെ ബാക്ക് കവേഴ്സ് ആണ് കേട്ടോ. നമ്മുടെ സോഫ ഇതിന് 3+1+1 സെറ്റാണ്. നല്ല ഭംഗിയായിട്ടുണ്ട്, നല്ല രസമായിട്ട് ഇതാ ഇങ്ങനെ കിടന്നോളൂ. നല്ല രസമാണ്, നല്ലൊരു എന്താ പറയുക, നല്ലൊരു പ്രീമിയം ലുക്കാണോ എന്ന് ചോദിച്ചാൽ പ്രീമിയം ലുക്കാണ്, നല്ല ഭംഗിയാണോ എന്ന് ചോദിച്ചാൽ ഭംഗിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പം നിങ്ങൾക്കും അതെല്ലാവർക്കും ഇഷ്ടമാകും കേട്ടോ. ഇനി കാണിക്കാൻ പോകുന്നത് നമ്മുടെ ആസ് യൂഷ്വൽ ഞാൻ എപ്പോഴും 695 ബെഡ്ഷീറ്റാണ് കാണിക്കുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ലൈറ്റ് വെയ്റ്റ് ബെഡ്ഷീറ്റ്, ബോർഡർ ഇല്ലാത്ത ബെഡ്ഷീറ്റും ഉണ്ട്. പക്ഷെ അതിൻ്റെ വില എനിക്ക് പറയുമ്പോഴില്ലേ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. എന്നിരുന്നാലും ഇനിയുള്ള ദിവസങ്ങളിൽ ഞാനത് കാണിക്കും കേട്ടോ. അപ്പം ഇടയ്ക്കൊക്കെ ഞാൻ കാണിക്കാറുണ്ട്, പക്ഷെ വില നമ്മൾ പറയണമല്ലോ. നല്ല രസമായിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഷീറ്റ് കേട്ടോ. ഇത് നമ്മുടെ കിങ് സൈസിൽ വന്നിട്ടുള്ള ഷീറ്റാണ്. ഇതിപ്പോൾ നമ്മുടെ ക്യൂൺ സൈസിൽ അവൈലബിൾ ആണ്. ഇത് കണ്ടോ, നല്ല വലിയ പൂക്കളോട് കൂടിയ നല്ല വയലറ്റ് കളറിലുള്ള 695 രൂപയ്ക്ക് നല്ല തിക്കായിട്ട് നല്ല പ്രീമിയം ക്വാളിറ്റി കോട്ടൺ ആണ്. ഇതിനകത്ത് മിക്സ് ഒന്നുമില്ല, നല്ല കോട്ടൺ ബെഡ്ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ട് നല്ല രസമല്ലേ ഇത് കാണാൻ. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ്. 2 വലിയ പില്ലോ കവേഴ്സും ഉണ്ട് കേട്ടോ. ഈ പറയുന്ന തന്നെ എന്തിനാ കൊച്ചേ ഈ എല്ലാ ദിവസവും പറയുന്നതെന്ന് എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. അടുത്ത സെന്റൻസ് എന്നാന്ന് പോലും എന്നെ കളിയാക്കി ഇപ്പോൾ ആൾക്കാർ പറയാൻ തുടങ്ങി. ആക്ച്വലി ഇല്ലേ, ഞാൻ ബെഡ്ഷീറ്റ് അല്ലേ കാണിക്കുന്നത്. അപ്പോൾ 695 രൂപയാന്ന് നിങ്ങൾക്ക് അറിയാം, സൈസും അറിയാം. പിന്നെ ആരെങ്കിലും ഒക്കെ പുതിയതായിട്ട് എന്നെ കണ്ടാൽ അവർക്കൊരു സംശയം വരാൻ പാടില്ലല്ലോ. അപ്പോൾ നമ്മൾ അവരെ വിഷമിപ്പിക്കാൻ പാടില്ല. ഇതിങ്ങി ഇതുപോലെയൊക്കെ തന്നെയാണ് നടക്കത്തുള്ളൂ. കൂടുതലൊക്കെ നടക്കുമോയെന്ന് എനിക്കറിയില്ല, അതൊക്കെ തമ്പുരാൻ്റെ കയ്യിലല്ലേ. അപ്പോൾ നമുക്ക് പറയേണ്ടതൊക്കെ ഇതൊക്കെ ഉള്ളൂ എനിക്ക് പറയാൻ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ടുള്ള 695 രൂപയുടെ ബെഡ്ഷീറ്റാണ്. അതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് ഉണ്ട് കേട്ടോ. റേറ്റ് വന്നിട്ട് 695 രൂപയാണ്. സൈസ് വന്നിട്ടുണ്ടല്ലോ 90x100 ഇഞ്ചസ് ആണ് ബെഡ്ഷീറ്റിൻ്റെ സൈസ്. 4 സൈഡിൽ ആ പ്ലെയിൻ കളർ കാണുന്നുണ്ടല്ലോ, അത് 4 സൈഡിലും ടക്ക് ചെയ്യുന്ന പോർഷനാണ് പ്ലെയിൻ കളറിൽ. പക്ഷെ ആ ടക്ക് ചെയ്യുന്ന പോർഷനിൽ പ്ലെയിൻ കളർ കുറച്ച് കാണാം, എന്നാൽ മാത്രമാണ് ബെഡ്ഷീറ്റിന് നല്ല ഭംഗി ഉണ്ടാകത്തുള്ളൂ. അതുപോലെ അത് സ്റ്റിച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് കണ്ടോ, നല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ് കേട്ടോ. ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ്. ഇതിൻ്റെ സൈഡ് ബോർഡർ വന്നിട്ട് നല്ലൊരു പിസ്താ ഗ്രീൻ ആണോ, അല്ല, നല്ലൊരു ഗ്രീൻ കളറാണ്. നല്ലൊരു എന്താ പറഞ്ഞാൽ നല്ല രസത്തിലുള്ള ഒരു കളറാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയായിട്ടുള്ളൊരു കളറ്. ഇതിൻ്റെ കൂടെ 2 വലിയ പില്ലോ കവേഴ്സ് വന്നിട്ടുണ്ട്. റേറ്റ് വന്നിട്ട് 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. ഇനിയുള്ള ഷീറ്റ്, ഈ ഷീറ്റ് കാണാനൊക്കെ നല്ല ഭംഗിയാണ്, നല്ല കളർ കോമ്പിനേഷനാണ്. പക്ഷെ ഈ ഷീറ്റിനുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ ബോർഡർ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഇതുപോലെ ഇങ്ങനെ വരും കേട്ടോ. ഇതുപോലെ ഫുള്ള് വന്നിട്ട് ബോർഡർ നിൽക്കുന്ന ആ സ്ഥലം ഉണ്ടല്ലോ, അവിടെ പിന്നെ ഒരു വൈറ്റ് ഒരു കളറ് ഒരു സൈഡിലേ ഉള്ളൂ, 2 സൈഡിലില്ല. ഞാൻ പ്രത്യേകം എടുത്തു പറയുവാണ്, 2 സൈഡിലില്ല. ഇത് ഈ പ്രിന്റ് തന്നെ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റും 695 രൂപ പ്ലസ് ഷിപ്പിംഗ് ആണ്. നല്ല രസമുള്ളൊരു കളറാണ്. ഇതിൻ്റെ പില്ലോ കവർ ഇതുപോലെ വരും കേട്ടോ. ഇത് ഇത്രയും നേരം കാണിച്ചതൊക്കെ നമ്മുടെ ക്യൂൺ സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. തിക്കായിട്ടുള്ള കോട്ടൺ ആണ്. പിന്നെ ഇനി എന്താ പറയണ്ടേ, ഇനി നല്ല ഭംഗിയായിട്ട് നമുക്ക് റെഡ് കളർ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ക്രിസ്മസിനും വിരിക്കാം, അല്ലാതെയും വിരിക്കാം. സൂപ്പർ ആയിട്ടുള്ള ബെഡ്ഷീറ്റാണ്. നല്ല ഭംഗിയായിട്ടുള്ള റെഡ് കളറിലുള്ള ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റാണ്. ഇതിൻ്റെ ക്യൂൺ സൈസ് അവൈലബിളേ അല്ല, കിങ്ങിൽ മാത്രമേ ഇതുള്ളൂ. നല്ല ഭംഗിയായിട്ടുള്ള ഷീറ്റാണ്. സൈഡ് ബോർഡർ വന്നിട്ട് ഈ ഒരു കളറാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള കളറാണ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എനിക്കറിയാം. കാരണം ഇതിനകത്ത് നമ്മുടെ ബോ പോലെ ഷേപ്പിലൊക്കെയാണ് അതിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് കേട്ടോ. നല്ല രസമാണ്. എന്ന് വെച്ചാൽ ഇത് പറയുമ്പോഴില്ലേ എൻ്റെ ആ ഫീലിംഗ് ഉണ്ടല്ലോ,
ഒരു പ്രത്യേക സുഖമായിട്ട് നല്ല രസമാണ്. ഈ ബെഡ്ഷീറ്റ് എന്താ മോളെ ഇത്ര ഫീലിംഗ് എന്നൊക്കെ ഇനി എന്നോട് ചോദിക്കരുത് കേട്ടോ. നമ്മൾ എന്ത് സാധനം ചെയ്യുന്നോ അതിനോട് നമുക്ക് ഇച്ചിരി സ്നേഹമൊക്കെ ഉണ്ടാകണം എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. കറി വെച്ചാലും പെരക്കാവ് അടിച്ചാലും വീട് വൃത്തിയാക്കിയാലും ബെഡ്ഷീറ്റ് കച്ചവടം ചെയ്താലും ഒക്കെ നമുക്ക് ആ പ്രൊഡക്റ്റിനോടും അത് ചെയ്യുന്ന കാര്യങ്ങളോട് നമ്മൾ സ്നേഹം ഉണ്ടെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഒത്തിരി നല്ലതെന്നല്ല, എന്തോ ഒരു സൂത്രമാണ് കേട്ടോ. അത് നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ മനസ്സ് വിചാരിച്ചോ കേട്ടോ. ഇത് കണ്ടോ, അടുത്ത ഷീറ്റ് ഇതാണ്. ഇത് ഒരു കിങ് സൈസ് ബെഡ്ഷീറ്റ് വിത്ത് 2 പില്ലോ കവേഴ്സ് ആണ്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ചില സമയത്ത് വീട്ടിലൊക്കെ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നതല്ല, നമ്മൾ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോഴല്ലേ, അപ്പോൾ ആ ചിന്തകളൊക്കെ ഉണ്ടല്ലോ, നല്ല ചിന്തകളായിരിക്കണം. അപ്പോൾ നല്ല ചിന്തകൾ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് ഇരിക്കാനും പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനും ആൾക്കാരോട് സ്നേഹമായിട്ട് സംസാരിക്കാനും ഞാൻ നോക്കിയിട്ട് എനിക്ക് പറ്റുന്നൊരു കാര്യമാണ്. സ്നേഹമായിട്ട് സംസാരിക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ നല്ല ചിന്തകളുണ്ടെങ്കിൽ ഇതെല്ലാം നന്നായിട്ട് നടക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയായിട്ടുള്ള അടുത്തൊരു ഷീറ്റ് ഇതുണ്ട്, നല്ല ഭംഗിയായിട്ട്. ഇതൊക്കെ നല്ല രസമായിട്ട്. ഇതെല്ലാം കിങ് സൈസ് ബെഡ്ഷീറ്റാണ് ഈ 2 ഷീറ്റും കേട്ടോ. നല്ല എനിക്ക് ഉരുണ്ട റോസാപ്പൂ കാണുമ്പോഴത്തേനും ഭയങ്കര സന്തോഷമായിട്ട്. ഉരുണ്ട റോസാപ്പൂവിന് ഭയങ്കര എന്താ പറയുക, നമുക്ക് ഇമോഷണലി നമ്മുടെ പഴയ കാലങ്ങളിലോട്ടൊക്കെ കൊണ്ടുപോകുന്ന കുറേ കാര്യങ്ങൾ. ഉരുണ്ട റോസാപ്പൂ, നമ്മുടെ പിങ്ക് കളർ റോസാപ്പൂ, റെഡ് കളർ റോസാപ്പൂ, അതൊക്കെ ഇപ്പോൾ എവിടെയെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ ആൻറ്റിമാരൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അവർക്കൊക്കെ നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ സൈഡിൽ ബാക്കിലൊക്കെ കുത്തിയൊക്കെ പോകുമായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ കോളേജ് ടൈമിൽ അങ്ങനെ ചെയ്യാമെന്ന് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്കത് പറ്റിയില്ല. കാരണം വെച്ചാൽ അന്ന് നമ്മളെ പഠിപ്പിക്കാൻ വിട്ട സ്ഥലത്ത് ആ പൂക്കളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര ഒരു സ്നേഹമാണ്. അപ്പോൾ ഈ ആൻറ്റിമാരൊക്കെ ഇങ്ങനെ പൂവൊക്കെ വെക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ ആരും സമ്മതിക്കത്തില്ല എന്നുണ്ടെങ്കിൽ ചുമ്മാ ഒരെണ്ണം പറിച്ചൊക്കെ പെരക്കാത്തൂടെയൊക്കെ വെച്ച് നടന്നോന്നേ, ഒരു കുഴപ്പമില്ല, നമ്മുടെ ഇഷ്ടമല്ലേ. അപ്പോൾ ഇന്ന് കാണിച്ച എല്ലാം ക്യൂൻ സൈസും കിങ് സൈസും എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കണം. വീഡിയോസൊക്കെ മുഴുവൻ കാണണം. മുഴുവൻ കണ്ടില്ലെങ്കിൽ ചില സമയത്ത് ഞാൻ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല കേട്ടോ. അപ്പോൾ മുഴുവൻ കാണണം. പിന്നെ മാഗ്നസ്കേപ്സ് വന്ന് തൊട്ട് വാങ്ങിക്കാം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല സന്തോഷത്തോടെ ഇരിക്കണം കേട്ടോ. താങ്ക് യു.